السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، اتقوا الله عباد الله. عن أبي هريرة عن رسول الله صلى الله عليه وسلم قال: ما نقصت صدقة من مال وما زاد الله عبدا بعفو إلا عزا وما تواضع أحد لله إلا رفعه الله. ഇമാം മുസ്ലിം 2588. സദഖയുടെ മഹത്വത്തെക്കുറിച്ച് വിവരിക്കുന്ന ഹദീസാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിച്ചു കേൾപ്പിച്ചത്. അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു: മാ നഖസത് സദഖത്തുൻ മിൻ മാലിൻ വമാ സാദല്ലാഹ്. ദാനം ധനത്തെ കുറക്കുകയില്ല. വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സ. വിട്ടുവീഴ്ച ചെയ്യുന്ന ദാസന്റെ അന്തസ് അല്ലാഹു വർദ്ധിപ്പിക്കുകയേയുള്ളൂ. വമാ തവാളഅ അഹദുൻ ലില്ലാഹി ഇല്ലാ റഫഅഹു അല്ലാഹ്. അല്ലാഹുവിന് വേണ്ടി വിനയം കാണിക്കുന്നവനെ അല്ലാഹു ഉന്നതനാക്കും എന്നാണ്. ദാനധർമ്മം ഏറെ പ്രതിഫലാർഹമായ പുണ്യകർമ്മമാണ്. നിർബന്ധമായ സകാത്ത് അത് നിർബന്ധമായി നമ്മൾ കൊടുക്കേണ്ടതാണ്. 1,00,000 രൂപയുണ്ടെങ്കിൽ 2.5%, അത് പാവപ്പെട്ടവന് അർഹതപ്പെട്ടതാണ്. എന്നാൽ അതിനു പുറമെ ഓരോരുത്തരും കഴിവനുസരിച്ച് സ്വതക്ക നൽകണം എന്നുള്ളതാണ്. അത് വെള്ളം തീയിനെ അണക്കുന്നത് പോലെ ദാനധർമ്മം പാപത്തെ നീക്കിക്കളയും എന്നുള്ളതാണ്. പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു: നിന്റെ കൈ നീ പെരടിയിലേക്ക് ബന്ധിക്കപ്പെട്ടവനാക്കരുത്, അതായത് പിശുക്ക് കാണിക്കരുത് എന്നുള്ളതാണ്. ആര് മനസ്സിന്റെ പിശുക്കിൽ നിന്ന് കാത്ത് രക്ഷിക്കപ്പെടുന്നുവോ അവൻ തന്നെയാകുന്നു വിജയം പ്രാപിച്ചവൻ എന്നുള്ളതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ഇനി പരലോകത്ത് വെച്ച് അള്ളാഹു സുബ്ഹാനഹു തആല 4 കാര്യങ്ങൾ ചോദിക്കുന്നതിൽ ഒരു കാര്യം തൻ്റെ സമ്പത്ത് എവിടെ നിന്നാണ് സമ്പാദിച്ചത് എന്നാണ്. എന്തിലാണ് നീ ചെലവഴിച്ചത് എന്നുള്ളതും അള്ളാഹു സുബ്ഹാനഹു തആല ചോദിക്കും എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളിൽ ഏറ്റവും ഉദാരനായിരുന്നു എന്നാണ്. പ്രത്യേകിച്ചും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ കാറ്റിനെ പോലെ, ആഞ്ഞു വീശുന്ന കാറ്റിനെ പോലെ ഉദാരനായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് ഹദീസുകളിൽ നിന്ന് കാണുവാൻ കഴിയുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദാനം എന്നുള്ളത് അതൊരിക്കലും ധനത്തെ അത് കുറക്കുകയല്ല, കൂട്ടുകയാണ് ചെയ്യുക എന്നുള്ളത്. പലപ്പോഴും അത് കുറഞ്ഞു പോകുമോ എന്നുള്ള ചിന്ത കൊണ്ടാണ് പലപ്പോഴും നമുക്ക് എന്ത് സംഭവിക്കുക, പിശുക്ക് എന്ന സാധനം വരിക. യഥാർത്ഥത്തിൽ നമ്മൾ പറയാറുണ്ട്, മുക്കുന്ന കിണറ്റിലെ വെള്ളം നല്ല വെള്ളം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് പോലെ, അതിപ്പോ നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ, ഇന്ന് പല സൈക്കോളജിസ്റ്റുകളൊക്കെ അതിനെപ്പറ്റി പറയുന്നുണ്ട്. നമ്മൾ ദാനം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുമെന്നാണ്. പിശുക്കിൽ നിന്നൊക്കെ മോചനമുണ്ടാവും എന്നുള്ളതാണ്. അതൊരു നല്ല മനസ്സിന്റെ ഉടമയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. പിന്നെ ഈ ഹദീസിലൂടെ പറയുന്നത്, വിട്ടുവീഴ്ച ചെയ്യുന്ന ദാസന്റെ അന്തസ് അള്ളാഹു വർദ്ധിപ്പിക്കുമെന്നാണ്. ഒരു പ്രശ്നം ഉണ്ടായാൽ, എന്ത് പ്രതിസന്ധി ഉണ്ടായിക്കഴിഞ്ഞാലും ഒരു വിട്ടുവീഴ്ച മനോഭാവം, ദുനിയാവിൻ്റെ വിഷയങ്ങളൊക്കെ പ്രത്യേകിച്ച് വിട്ടുവീഴ്ച ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവുക എന്ന് പറഞ്ഞാൽ, അങ്ങനെയുള്ള ആളുകൾ അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ അന്തസ്സിനെ അത് ഉയർത്തുകയുള്ളൂ എന്ന്. പലപ്പോഴും നമ്മളൊക്കെ ചിന്തിക്കുക എന്താ, ഞാൻ അവിടെ 2 വർത്താനം പറഞ്ഞിട്ടില്ലെങ്കിൽ അവൾ മോശമായി പോവില്ലേ,
അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചിന്തകളാണ് പലപ്പോഴും നമ്മളെ മനസ്സിൽ പിശാചു കൊണ്ടുവന്നിടുക. എന്നാൽ അള്ളാഹു പറയുന്നത് നിന്റെ അന്തസ്സിനെ അള്ളാഹു ഉയർത്തുക മാത്രമേ ചെയ്യുകയുള്ളൂ എന്നതാണ്. മൂന്നാമതായിട്ട് ഈ ഹദീസിൽ പറയുന്നത് അള്ളാഹുവിന് വേണ്ടി നമ്മൾ വിനയം കാണിക്കുകയാണെങ്കിൽ അള്ളാഹു അവനെ ഉന്നതനാക്കും എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഹദീസിൽ പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് പുലർത്തുവാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.